ഹായ്, ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണുള്ളത്. ബാംഗ്ലൂരിൽ ബ്രിഗേഡ് റോഡ് പോകണ്ടോ, അവിടെ ഒരു പബ്ബൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സെറ്റപ്പാണെന്നാണ് പറഞ്ഞത് ബ്രിഗേഡ് റോഡ്. അപ്പോൾ അവിടെ ഒന്ന് കാണാൻ പോകാമെന്ന് കരുതിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ സർജാപുര റോഡിലാണ്. ഭയങ്കര ട്രാഫിക് ആട്ടോ അവിടെ. നോക്കി, എല്ലാ വണ്ടികളും പതുക്കെയാണ്. ഇനി ബസ് കാത്ത് നിൽക്കണം. അപ്പോൾ ബസ് വരാൻ വൈകും. അതുപോലെ തന്നെ ബസ്സാണെങ്കിൽ ഇതിനേക്കാളും പതുക്കെയായിരിക്കും പോവുക. അപ്പോൾ മിക്കവാറും 2 മണിക്കൂർ ട്രാഫിക് ബ്ലോക്കിൽ പെടുവേ. ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലമല്ലേ, ഭയങ്കര വൻ സെറ്റപ്പ് സ്ഥലമാണെന്നാണ് പറയുന്നത്, റിച്ച് സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് G2 പറഞ്ഞ ബസ്സുകൾ മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഈ ബസ്സുകളൊന്നും പോവില്ല. ആ ബാക്കിൽ വരണ അതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ ബാക്കിലൊരു ബസ്സുണ്ട്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. അവിടെ ബസ് ഒന്നും വന്നതേ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ റാപ്പിഡോ പറഞ്ഞ ആപ്പിൽ കയറി ഒരു സ്കൂട്ടി ബുക്ക് ചെയ്തേ. അതിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കോറമംഗല പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര ഹാപ്പനിങ് പ്ലേസാണ്. ഈവനിങ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റൊക്കെ ഇവിടെ ഭയങ്കര സംഭവം. അപ്പോൾ ഞാനങ്ങനെ ബ്രിഗേഡ് റോഡ് എത്തിയിരിക്കാം കേട്ടോ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. ഇഷ്ടംപോലെ പബ്ബുകളും ബാറുകളും ഒക്കെയാണ്. പിന്നെ ഒരുപാട് ഹാപ്പനിങ് പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് കേട്ടോ. പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് സംഭവം. ഇങ്ങനെ നടന്നു പോവും. ഇങ്ങനെ ആൾക്കാർ കഴിക്കേണ്ടവരൊക്കെ ഉണ്ട്. ഇങ്ങനെ പാർട്ടീൻ്റെ ഇങ്ങനെ കുറേ പബ്ബുകൾ, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കുറേ കഫേകളൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇങ്ങനെ എന്താ പറയുക, ജിമ്മ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഫുഡും പാർട്ടിയും ഒക്കെയാണ് കേട്ടോ ഇവിടെ. ഒരു കിഡു കോളേജ് ഉണ്ട്, ഓട്ടോണമസ് ആണ്. കൊള്ളാല്ലേ. നിറയെ കപ്പിൾസും സിംഗിൾ ഗേൾസും ബോയ്സും എല്ലാവരും സിംഗിൾസും കപ്പിൾസും ആണ് കൂടുതൽ കേട്ടോ. പിന്നെ റോഡിലെ തിരക്കാണ് സഹിക്കാൻ പറ്റാത്തത്. എന്നാ ട്രാഫിക്കാണെന്നറിയോ. ഇത് സ്കേറ്റിങ്ങോ, ഇതെന്തത് ഡെക്കാത്തലോണാണ് കേട്ടോ. ഓ, ചെറുക്കൻ വീണു. ബാക്കി എല്ലാവരും അടിപൊളി ചെയ്യുന്നുണ്ടല്ലോ. ചറ പറ ഒന്ന് വീഴുക കേട്ടോ. പാവം ചെക്കൻ പഠിക്കുന്നേ ഉള്ളൂ. ഇതേ വരുന്നു. ഇവിടെയൊക്കെ നൈറ്റ് ഹാപ്പനിങ് പ്ലേസസ് ആണ് കേട്ടോ. ഇവിടെ ഉള്ളിലൊക്കെ അങ്ങോട്ടൊക്കെ പബ്ബുകളും ബാറുകളൊക്കെയാണ്. ആ ലൈറ്റ് കാണുന്നൊക്കെ അതാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ നടക്കുക. ഓ, അവിടെ ഏതോ ഒരു സൂപ്പർ ബൈക്ക് ഉണ്ട് കേട്ടോ. അത് കിടന്ന് കളിക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കുക, കളർഫുള്ളായിട്ടുള്ള കാഴ്ചകൾ കാണുക. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. കുറേ ഇങ്ങനെ നടന്നപ്പോൾ എനിക്കൊരു തോന്നല് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ബിൽ അല്ലെങ്കിൽ ബ്രീവറി കയറിയിട്ട് ഒന്ന് കാണണം. കാരണം നമ്മൾ നാട്ടിൽ പറയില്ല വാറ്റ്, ശരിക്കും വാറ്റ് ഇവിടെ ഡിസ്റ്റിൽ ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം കാണിച്ചു തരുന്ന പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാമല്ലോ. ഇവിടെ ഒരു KTM അഡ്വഞ്ചർ നിൽക്കുന്നൊക്കെ അടിപൊളിയുണ്ട് അല്ലേ. കിടിലം ട്രംഫും ഉണ്ട്. ട്രിപ്പിംഗ് ബൈക്കുകളാണ് കേട്ടോ. അതാ ഇവിടെ വേറെ ഒരു അഡ്വഞ്ചറും കൂടി നിൽക്കുന്നുണ്ട്. ഉണ്ടല്ലേ, ഇവിടെയാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ബോച്ചയുടെ ആണെന്നാണ് പറയുന്നത്. ഉണ്ടല്ലേ, ബോച്ചെ ഷേക്സ്പിയർ. എന്തായാലും ഒന്ന് നമുക്ക് പോയി നോക്കട്ടോ. ബോച്ചെ ഇതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് നല്ല ഓർമ്മയില്ല. എന്തായാലും പോയി നോക്കാം. നമ്മുടെ ബോച്ചയുടെ കള്ള് ഷാപ്പിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബ്യൂവറിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അത് ബാംഗ്ലൂരിലെ ബ്രിഗേഡ് റോഡിലാണ് ഉള്ളത്. ബോച്ചെ ഷേക്സ്പിയർ ബ്രൂവറി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ 5th ഫ്ലോറിലാണ്. നമ്മൾ ആ ഡെക്കാത്തലോൺ കണ്ടില്ലേ, അതിൻ്റെ മുകളിലായിട്ടാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഓ ഓ കിടിലുണ്ടോ. ഇതാണ് കേട്ടോ സംഭവം. സെറ്റപ്പാണ്. നമ്മുടെ മലയാളി ബോച്ചെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ ബോച്ചയ്ക്ക് ഇമാതിരി സെറ്റപ്പൊക്കെ അങ്ങ് ബാംഗ്ലൂരിലുണ്ട് പിടി. ഹാപ്പി അവേഴ്സ് ബിയർ ഉണ്ടല്ലോ.
ഇവിടെ പാർട്ടി പബ്ബ് അങ്ങനെയുള്ള സെറ്റപ്പ്. അതിന് പുറകിലായിട്ടാണ് ബ്രൂവറി കേട്ടോ. ആ കാണുന്ന ക്യാനുകളിലാണ് വലിയ വലിയ സ്റ്റീൽ പാത്രങ്ങൾ കണ്ടില്ലേ, അതിനുള്ളിലാണ് അവർ ബ്രൂ ചെയ്യുന്നത്. ഇവിടെ തന്നെ 100ഓളം ഡ്രിങ്കിങ് വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ 300ഓളം ഫുഡ് ഐറ്റംസ്. ഇന്ന് തിന്നും കുടിച്ചും ഉല്ലസിക്കാം കേട്ടോ. ഇത് സ്മോക്കിംഗ് ഏരിയ ഉണ്ടോ, സ്മോക്ക് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട്. പിന്നെ ഇതിന് മുകളിലോട്ടും അവരുടെ ഉണ്ട്. ഇത് കരോക്കെ, ഇതെന്തത് കരോക്കെ 1, ഇതൊക്കെ സെപ്പറേറ്റ് റൂമുകളാട്ടോ. ഇതിനുള്ളിലൊക്കെ പോയിട്ട് നമുക്കിങ്ങനെ പാർട്ടി ചെയ്യാം. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് കരോക്കെ റൂമുകളാണ്. പിന്നെ ഇതാ മുകളിലൊക്കെ വൻ സെറ്റപ്പ് ഇടിലം. കാണുന്നതിലൂടെ ഇഷ്ടമുള്ള ബ്രൂവറി നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അത് ടാപ്പുകളാണേ. അത് തുറന്നു കഴിഞ്ഞാൽ ബീറോ കള്ളോ എന്താ വെച്ചാൽ നിറച്ചത് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്നുണ്ടോ. ഇവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. രാത്രി ആകുമ്പോൾ നമുക്ക് കാണിച്ചാൽ രാത്രി പൊളിക്കും നമ്മൾ. ഞാൻ ജസ്റ്റ് ആ കരോക്കെ റൂമിൽ കയറിയത് കേട്ടോ. അവിടെ എന്താ വെച്ചാൽ പാട്ട് വെച്ചിട്ടുണ്ട്, കോപ്പി റൈറ്റ് വരും. പിന്നെ അതുപോലെ കൂടാതെ തന്നെ ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല. രാത്രി നമ്മളിവിടെ പൊളിച്ചെടുക്കണം. പൊളിച്ചടുക്കിയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇവിടെ കാണിക്കുക. അപ്പോൾ ബോച്ചയുടെ കല്ല് ഷാപ്പിലോട്ട് ബ്രൂവറിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ബ്രിഗേഡ് റോഡിലെ അടിപൊളി ബാംഗ്ലൂർ ഹാപ്പനിങ് പ്ലേസിലെ കാഴ്ചകളെല്ലാം ഈ വീഡിയോയിലുണ്ട്. തീർച്ചയായും വീഡിയോ കാണുന്നവരെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്. ഇഷ്ടപ്പെട്ടാൽ ഞാനിവിടെ എത്തി. ബാറൊക്കെ ഒന്ന് കണ്ടു. ബാറ് പബ്ബൊക്കെയാണ് കേട്ടോ. അത് നമ്മുടെ നാട്ടിലാണ് ബാർ എന്നൊക്കെ പറയുക. ഇവിടെ പബ്ബ് എന്നാണ് പറയുക, റെസ്റ്റോ ബാർ എന്നൊക്കെയാണ് ഇവിടെ പറയുക. വൺ സെറ്റപ്പാണ് കേട്ടോ ബോച്ചയ്ക്ക് ഇവിടെ ഉള്ളത്. നമ്മൾ വിചാരിക്കുന്ന ആളല്ല നമ്മുടെ ബോച്ച കേട്ടോ. ഇവിടെ അടിപൊളി ഇതാണ്ടല്ലേ, ഞാൻ നിൽക്കുന്നത് നല്ലൊരു റൂഫ് ടോപ്പിന് മേലെയാണ് കേട്ടോ. അടിപൊളി ഏരിയ. ഇവിടെ ഒരു പാർട്ടി എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയയാണ്. ഇങ്ങോട്ട് നോക്കിയാലും പബ്ബാണ്, അങ്ങോട്ട് പബ്ബുകൾ, ഇങ്ങോട്ട് എല്ലാം പബ്ബുകൾ, എല്ലാം 5 സ്റ്റാർ പബ്ബുകളുണ്ട്. പല ടൈപ്പുകളുണ്ട്. നമ്മളൊരു മീഡിയം, അതായത് അങ്ങ് ഏറ്റവും ടോപ്പല്ല ഏറ്റവും ലോ അല്ല, ഒരു മിഡിലിൽ നിൽക്കുന്ന അടിപൊളി പബ്ബിലാണ് വന്നിരിക്കുന്നത്. അവിടെയാണ് ഈ മ്യൂസിക് വെച്ച് അടിച്ച് തകർക്കും കേട്ടോ. അത് കാരണം കാഴ്ചകൾ പറയാൻ വീഡിയോ എടുത്തു തരാം. പിന്നെ അതുകൂടാതെ തന്നെ ഭയങ്കര സൗണ്ടും അതുപോലെ തന്നെ മ്യൂസിക്കാണ്. ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതന്നെ. ഇങ്ങോട്ടൊക്കെ നോക്കി ഇഷ്ടം പോലെ, അതായത് ബാംഗ്ലൂർ സിറ്റിയുടെ ഒത്ത നടക്കാം കേട്ടോ. ഇവിടെ കോടിക്കണക്കിന് രൂപ ആസ്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇങ്ങനെയൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. ഇതുണ്ടല്ലേ, ബാംഗ്ലൂരിൻ്റെ പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള സ്ഥലമാണ് കേട്ടോ ബ്രിഗേഡ് റോഡ് അങ്ങനെ പറയുന്നത്. ഇതൊരു പബ്ബാണ്, വലിയൊരു റെസ്റ്റോ ബാറാണ്. അവിടെയും കുറച്ച് ഈവനിങ് കണ്ടല്ലേ, സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈവനിങ് ആകുമ്പോഴേ അവിടെയൊക്കെ ആക്റ്റീവ് ആവുള്ളൂ. ഇപ്പം നമ്മൾ 5 മണിയായുള്ളൂ. ഇനി ഒരു 6-7 മണിയാകുമ്പോഴൊക്കെയാണ് അവിടെ ആക്റ്റീവ് ആവുക. വലിയൊരു പള്ളി കണ്ടോ, പഴയൊരു പള്ളിയാണ്. പിന്നെ താഴെയാണ് റോഡുകൾ. ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ, ഈ മുള്ളു പോലെ വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ കാക്കയും മറ്റുള്ള പക്ഷികളൊന്നും വന്നിരിക്കാണ്ടിരിക്കാനുള്ള മുള്ളുകളാണ് കേട്ടോ ആ കമ്പിയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഇതാ ഇങ്ങോട്ട് നോക്കണമെങ്കിൽ നിറയെ ഗാർഡൻ വെച്ചിട്ടുണ്ട്. ഇതാ അങ്ങോട്ട് നോക്കണമെങ്കിൽ വേറെ ഒരു പബ്ബ്. ഇത് കണ്ടില്ലേ, ഷീസ് ബിയർ എന്ന് പറഞ്ഞ ബ്രൂവറി, ആ ഒരു പ്രതിമയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ബോച്ചയുടെ ലുക്കൊന്നുമില്ല, മറ്റേ ഷീസ് ബിയർ പറഞ്ഞ ഒരാളാണ് കേട്ടോ ഇത്. ശരിക്കും അടിപൊളിയായിട്ടില്ലേ. അതായത് ബിയർ ക്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതൊരു മുളയാണ് ചെടി. ഇവിടെ മാവിൻ തൈയൊക്കെ വന്നിരിക്കുന്നത്. മാങ്ങ തിന്നിട്ട് വല്ലൊരു അണ്ടിയിട്ട് മുളച്ചാണോന്ന് അറിയില്ല. ഇതെല്ലാം കൊള്ളാമല്ലേ റൂഫ് ടോപ്പിലെ ഈ സെറ്റപ്പ്. ഇത് ഈ കാണുന്ന എല്ലാം ഡിസ്റ്റിലറിയാണ്. ഡിസ്റ്റിലറിയിലെ ഐറ്റംസാണ്. നമുക്ക് ഗ്ലാസിൻ്റെ വെളിയിൽ നിന്നേ കാണാൻ പറ്റുള്ളൂ, ഉള്ളിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റില്ല പറഞ്ഞു. ഉള്ളിൽ കയറാനും വഴിയില്ല, ഈ ഡോറൊക്കെ തുറന്ന് പോകണം. ഇത് കണ്ടില്ലേ, ഇങ്ങോട്ടാണ് ഡിസ്റ്റിലറി കാണുന്നുണ്ടോ. അത് പറഞ്ഞു തരാനും ആളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കാണാം. ഇതിലെല്ലാം പഴങ്ങളിങ്ങനെ കുത്തി നിറച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് ഓരോ സമയം എടുത്തിട്ട് ഡിസ്റ്റിൽ ചെയ്ത് എടുക്കണം, നീരാവിയാക്കിയിട്ട് വാറ്റിയെടുക്കണം. ഇതിവിടെ പപ്പായ, ഇവിടെ എന്താ ഫിഗ് പോലെ എന്തോ ഒരു ചെടിയുണ്ട് കേട്ടോ, ഒരു കായൊക്കെ ഉണ്ട്. പിന്നെയും പപ്പായ ചെടികൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ചോളം കേട്ടോ. ഇതൊക്കെ വാറ്റാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഇതേ മാതളങ്ങ. പിന്നെ ഇത് അവിടെ നോക്കണമെങ്കിൽ നാരങ്ങ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തരം പഴങ്ങളുണ്ടാവും. നമ്മുടെ ചുറ്റും നിന്നുള്ള പഴങ്ങൾ, അതുപോലെ ഇമ്പോർട്ട് ചെയ്ത പഴങ്ങളെല്ലാം വെച്ചിട്ട് അവർ അതിനെ ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റിൽ ചെയ്തിട്ട് അതിൽ നിന്ന് വൈൻ ഉണ്ടാക്കി തരും. വൈന്, ബിയർ ആ കാറ്റഗറിയൊക്കെ ഉണ്ടാക്കി തരും.
അതിനെ കുറച്ചും കൂടി വാറ്റിയെടുക്കുക, അതായത് ചൂടാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുന്നത് കേട്ടോ. അതിവിടെ ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, പക്ഷേ നമ്മൾ അതൊന്നും ടേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ബ്രൂവർ ചെയ്യണം ഭയങ്കര ഇഷ്ടം. കാരണം ആ വൈൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വൈന് ബിയറിൻ്റെയൊക്കെ. നാച്ചുറൽ വൈന് ബിയർ കേട്ടോ. നമ്മൾ നാട്ടിൽ കിട്ടുന്ന KF അങ്ങനത്തെ അല്ല, ഇത് വേറെയാണ്. അപ്പോൾ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പബ്ബും ബ്രൂവറിയൊക്കെ തുടങ്ങിയാൽ നല്ല സെറ്റപ്പ് ആയിരിക്കില്ല. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ നന്നായിട്ട് വൈൻ ഉണ്ടാക്കുന്നുണ്ടോ, നല്ല വീട്ടമ്മമാരും അച്ചായന്മാരും എല്ലാവരും അടിപൊളിയായിട്ട് വൈൻ ഉണ്ടാക്കും, ബിയറൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കുഞ്ഞ് ലൈസൻസൊക്കെ കൊടുക്കണമെങ്കിൽ അവരും ഇതുപോലെ വീടുകളിലും ഇതുപോലെ റൂഫ് ടോപ്പ് കഫേകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല സെറ്റപ്പ് ആയിരിക്കില്ല. എറണാകുളം, കൊച്ചി അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ, ആലപ്പുഴ ഭാഗം, പിന്നെ അതുപോലെ മൂന്നാർ അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല സെറ്റപ്പ് ആയിരിക്കുമല്ലോ. നല്ല ഹോം മെയ്ഡ് വൈനൊക്കെ നമ്മുടെ അവിടെ കിട്ടും. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൈസൻസ് ഉണ്ട്, അതായത് നിയമപരമായിട്ട് വാറ്റുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ അകത്ത് കണ്ടെങ്കിൽ ഇവിടെ റൂഫ് ടോപ്പിൽ വേറെ ഉണ്ട്. അപ്പുറത്തെ ഒരു IT കമ്പനിയിലെ എംപ്ലോയീസ് ആയിരിക്കണം കേട്ടോ. അവരുടെയും റൂഫ് ടോപ്പ് പാർട്ടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്തെ കേട്ടോ. ഇപ്പം നമ്മളുടെ ആണെങ്കിൽ അതുപോലെ വേറൊരു റൂഫ് ടോപ്പിലുണ്ട്. ഇപ്പം ഞാൻ അങ്ങോട്ട് വന്നിരിക്കുക കേട്ടോ. ഇതുണ്ടല്ലേ, ഇവിടെ ബ്രൂവറി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ടും കുറേ ടേബിളുകൾ, നമുക്ക് സംഭവങ്ങൾ. ബോച്ചയുടെ കിണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നമുക്ക് അതും ട്രൈ ചെയ്യാൻ പറ്റിയ. ചുമ്മാ ഇതൊരു കോക്ടെയിലാണ്. അതിൻ്റെ ഷേപ്പ് നോക്കിയ ബൾബിലൊക്കെ ആയിട്ട്. ഇതാണ് ക്രാഫ്റ്റഡ് ബിയർ. അതിൻ്റെ ഒരു കളർ കണ്ടില്ലേ, അധികം പതയൊന്നും വരുന്നില്ല. പിന്നെ ഈ ഒരു ബൗളല്ല, ഈ വലിയൊരു മഗ്ഗിലാണ് നമുക്ക് തരുന്നത് കേട്ടോ, കുടിക്കാൻ വേണ്ടിയിട്ട് ആക്കുക. ഇവിടെയാണെങ്കിൽ ലൈവ് കൺസേർട്ട്, ആൾ പാടിയിട്ട് ഇങ്ങനെ മ്യൂസിക് കരോക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബോച്ചയുടെ ബ്രൂവറി? അടിപൊളി കേട്ടോ. നന്നായി പാർട്ടി പൈസ പൊടിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും വരാം. ബ്രിഗേഡ് റോഡിലുള്ള നമ്മളിനി വല്ല ഹാപ്പനിങ് പ്ലേസിലൂടെ നമ്മൾ ചുമ്മാ ഒന്ന് നടക്കട്ടോ. എന്തൊക്കെയാണ് അവിടെ കാഴ്ചകൾ? മിക്കവാറും സിംഗിൾസ്, ഗേൾസ്, ഇങ്ങനെ പാർട്ടി, പബ്ബ് എല്ലാ സംഭവങ്ങളും ആയിരിക്കും. നമുക്ക് എന്തായാലും അതിലൂടെ ഒന്ന് ചുമ്മാ നടന്നിട്ട് വരാം. സകലെവിടെയും പബ്ബും പാർട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പിള്ളേർ അടിച്ച് പൊളിച്ച് നടക്കാം കേട്ടോ. ഒക്കെ പാർട്ടി കഴിഞ്ഞ് അടിച്ച് കിണ്ടിയായിട്ട് വരുന്നവരുണ്ട്. ഇതാണ് MG റോഡ് അല്ലെങ്കിൽ ബ്രിഗേഡ് റോഡ്, ആ സൈഡൊക്കെ ഉള്ള കാഴ്ച. അത്യാവശ്യം ട്രാഫിക്കുണ്ട്. ഭണ്ഡാരം ഇവിടെ മുടിഞ്ഞ ട്രാഫിക്കാണ്.
ഇതെന്തോ ഒരു സൂപ്പർ ബൈക്കോ കാറോ എന്തോ ഉണ്ടല്ലോ. ഇവിടെ പാർട്ടി ആട്ടോ. അതാണ് ഇവിടെ മുടിഞ്ഞ ട്രാഫിക് ആട്ടോ. ഞാൻ എന്നിട്ട് പിന്നെയും സ്കൂട്ടി ഓർഡർ ചെയ്ത്. ഓട്ടോ ഇല്ല, ബസ്സും ഇല്ല. ഓട്ടോ ചോദിച്ചു ഞാൻ മുടിഞ്ഞ ചാർജും MG റോഡിൽ നിന്ന്. കാരണം ശനിയാഴ്ചയാണ്. പിന്നെ അതുകൂടാതെ ഭയങ്കര ട്രാഫിക്, ബ്ലോക്കുകൾ, ഇതൊക്കെ കാരണം കൊണ്ടാട്ടോ.